ഒരു പി-വെൽ സിമോസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്കറിയാം, നമ്മളൊരു സിമോസ് ഇൻവേർട്ടർ നമ്മൾ കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ സിമോസ് നാൻ ഗേറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിനെല്ലാം പി-വെൽ ആണ്, വെൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമുക്കറിയാം ഒരു ഇൻവേർട്ടർ ആണ് എങ്കിൽ, ദിസ് ഈസ് ഇൻസൈഡ് എ പി-വെൽ. ഇതൊരു പി-വെല്ലിൻ്റെ ഉള്ളിലാണെങ്കിൽ എൻമോസ് നമ്മുടെ പി-വെല്ലിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി കൺസിഡർ ആസ് എന്താണ്, പി-വെൽ സിമോസ് പ്രോസസ്. ഓക്കെ, അപ്പം പി-വെൽ സിമോസ് പ്രോസസ്സ് വഴിയാണ് ഇത് ഉണ്ടായതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ ഒരു കേസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്തൊക്കെയുണ്ട്, ഇവിടെ ഒരു വി ഡി ഡി ഉണ്ട്, ഇവിടെ ഒരു വി എസ് എസ് ഉണ്ട് അല്ലേ. ഏത് ട്രാൻസിസ്റ്ററിൻ്റെ സിമോസ് ട്രാൻസിസ്റ്ററിൻ്റെ കേസിലാണെങ്കിലും വി ഡി ഡി ആൻഡ് വി എസ് എസ് വിൽ ബി ദർ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം വി ഡി ഡിയും വി എസ് എസിനെയുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം വി ഡി ഡിയും വി എസ് എസും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വി ഡി ഡിയും വി എസ് എസിനെയും കവർ ചെയ്തിട്ട് നമ്മളുടെ എന്തുണ്ടാവും, പി വെല്ല് നോർമലായിട്ടുണ്ടാവും. ഒരു ബ്രൗൺ കളറിലാണ് നമ്മൾ പി വെൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം അല്ലേ. ഇത് നോക്കുക, ഇത് സിമോസ് ഇൻവേർട്ടറിൻ്റെ കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ഈ ലോവർ സൈഡ് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു ബ്രൗൺ കളറിൽ വെല്ലുണ്ട്. ഓക്കെ, ഈ വെല്ല് പി വെല്ലാണ്. അതുപോലെ തന്നെ അതുകൂടാതെ നമുക്ക് വി എസ് എസിനെ നമ്മൾ സിമോസ് പ്രോസസ്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളുടെ ഇതിനെ കവർ ചെയ്തിട്ട് ഒരു കോണ്ടാക്റ്റ് വെച്ചിട്ട് അതിനെ കവർ ചെയ്തിട്ട് ഒരു എന്താണ് യെല്ലോ ഔട്ട്ലൈൻ, ഒരു ഇംപ്ലാന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അത് വി എസ് എസ് എന്നും, ജസ്റ്റ് ഒരു കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് വി ഡി ഡിയുമാണ് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡിസൈൻ റൂൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം വി ഡി ഡിയും വി എസ് എസും മാത്രമാണ് ഇവിടെ ഡിസൈൻ റൂൾസിൽ പറയുന്നത്. ഇങ്ങനെ ഒരു കേസിൽ ഈ കോണ്ടാക്റ്റിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെയാണ് നോർമലായിട്ടുള്ളത് അത് എല്ലാം ഇതിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഒരു 2 ലാംഡ ആയിരിക്കും നമ്മളുടെ കോണ്ടാക്റ്റ്. അതായത് വി എസ് എസ് കോണ്ടാക്റ്റിനും അതേ ഇത് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കേസിൽ എന്താ ഉള്ളത്, ഈ കോണ്ടാക്റ്റിനെ കവർ ചെയ്തിട്ട് ഒരു മാസ്ക്, യെല്ലോ കളർ മാസ്ക്, അതാണ് നമ്മളുടെ വി എസ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വി എസ് എസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ കോണ്ടാക്റ്റിൽ നിന്നും, ഓക്കെ യു ക്യാൻ സി ഐ തിങ്ക്, ഈ കോണ്ടാക്റ്റിൽ നിന്നും നമ്മളുടെ ഇംപ്ലാന്റിലേക്ക്, മാസ്കിലേക്ക്, പി പ്ലസ് മാസ്കിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ലാംഡ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 2 ലാംഡ ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് നിങ്ങൾ നോക്കുക, ഈ കോണ്ടാക്റ്റിൽ നിന്ന് നമ്മളുടെ ഇംപ്ലാന്റിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, യു ക്യാൻ സി ഐ തിങ്ക് this distance. Okay, this distance is actually 2 lambda, and ഈ കോണ്ടാക്റ്റിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എത്രയാണ്, 1 ലാംഡ. അപ്പോൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത ഈ പൊസിഷനിൽ നിന്ന് 1 ലാംഡയാണ് ഇങ്ങോട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കോണ്ടാക്റ്റിൽ നിന്ന് നമ്മളുടെ പി വെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്, 3 ലാംഡയാണ്. ഓക്കെ, ഈ കോണ്ടാക്റ്റിൽ നിന്ന് ഇംപ്ലാന്റിൻ്റെ, അതായത് ഒരു പി വെൽ നമ്മൾ കൺസിഡർ ചെയ്തു, ആ പി വെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് മിനിമം എത്രയായിരിക്കണം, 3 ലാംഡ കഴിഞ്ഞിട്ടേ നമുക്ക് അത് വരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, ഈ ഡിസ്റ്റൻസ്, ഈ കോണ്ടാക്റ്റ് ആൻഡ് ദിസ് പി വെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 ലാംഡ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു സെപ്പറേഷൻ, ഈ മെറ്റലിൽ നിന്ന് നമ്മളുടെ എന്താണ് ഈ മെറ്റൽ കോണ്ടാക്റ്റിൽ നിന്ന് നമ്മളുടെ ഇതിലേക്കുള്ള ഇംപ്ലാന്റിലേക്കുള്ള പി പ്ലസ് മാസ്കിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും 2 ലാംഡ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൂടുതൽ അങ്ങനെ കൺഫ്യൂസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. അതുപോലെ തന്നെ വി എസ് എസ് എന്ന് പറയുക, വി ഡി ഡി എന്ന് പറയുന്നത് ടോപ്പിലാണ് അല്ലേ. വി ഡി ഡി നമ്മളുടെ എപ്പോഴും എവിടെയായിരിക്കും, ടോപ്പിലാണ് വി ഡി ഡി. ഓക്കെ, വി ഡി ഡി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോപ്പിലാണ്. അപ്പോൾ വി ഡി ഡി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ഇതേ ഡയമെൻഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ഉള്ള ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, പി പ്ലസ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പിമോസ് ആണ് ടോപ്പിൽ. ഈ പിമോസിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ഈ പി പ്ലസ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ പി പ്ലസ് മാസ്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് എത്ര ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോണ്ടാക്റ്റിൽ നിന്ന് പി പ്ലസ് മാസ്ക്, അതായത് നിങ്ങൾക്കറിയാം ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്, പിമോസ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, എൻ ഡിഫ്യൂഷൻ വിച്ച് ക്രോസസ് പോളിസിലിക്കൺ വിത്ത് എന്താണ് ഒരു ഇംപ്ലാന്റ് അല്ലെങ്കിൽ ഒരു പി പ്ലസ് മാസ്ക്, ഇംപ്ലാന്റ് എന്ന് പറയാം. അപ്പോൾ ഈ പി പ്ലസ് മാസ്ക് അല്ലെങ്കിൽ ഈ യെല്ലോ ഔട്ട്ലൈൻ്റെ എത്ര ഡിസ്റ്റൻസ് ആയിരിക്കണം ഈ കോണ്ടാക്റ്റിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോണ്ടാക്റ്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും, നമ്മൾ നോക്കുവാണെങ്കിൽ 3 ലാംഡ ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ഇംപ്ലാന്റും നമ്മളുടെ അതായത് നമ്മളുടെ ഔട്ട്ലൈനും നമ്മളുടെ കോണ്ടാക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഔട്ട്ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തതിൽ നിന്ന് 2 ലാംഡ ആയിരിക്കും ഈ ഡിസ്റ്റൻസ്.
അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലേഔട്ട് വരയ്ക്കുമ്പോൾ അതിനകത്ത് ഈ ലാംഡ ഡിസൈൻ റൂൾസ് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും നിങ്ങൾക്ക് മാർക്ക് തരാൻ. അതായത് നിങ്ങൾ ഡിസൈൻ റൂൾസും കൂടി പഠിച്ചിട്ടാണ് ഇതിനകത്ത് നിങ്ങൾ വരച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങൾ ലേഔട്ട് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനകത്ത് വേണമെങ്കിൽ ഇങ്ങനെ ലാംഡയുടെ വാല്യൂസ് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. ഒരു മെറ്റലും സെമി കണ്ടക്ടറും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് മിനിമം ഇത്ര വേണം എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ട്രാൻസിസ്റ്റർ ആണെങ്കിൽ 2 ലാംഡ ബൈ 2 ലാംഡ അതൊക്കെ എഴുതുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. കൂടുതൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് ഡിസൈൻ റൂൾസ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഞാനൊന്ന് പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരു പി വെല്ലും പി പ്ലസ് മാസ്കും തമ്മിൽ ഉള്ള സെപ്പറേഷൻ, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ കാണിച്ചു തരികയാണെങ്കിൽ ഓക്കെ, ഈ ഒരു കേസ് നോക്കുവാണെങ്കിൽ ഇത് പി പ്ലസ് മാസ്ക്, ഇത് പി വെൽ. ഈ പി വെല്ലും പി പ്ലസ് മാസ്കും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് മിനിമം എത്ര വേണം? ഒരു 2 ലാംഡ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളിങ്ങനെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് തമ്മിലുള്ള സെപ്പറേഷൻ 2 ലാംഡ വേണം. അതുപോലെ തന്നെ ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് 3 ലാംഡ. അതുപോലെ തന്നെ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 ലാംഡ. ഇങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞത് 2 ലാംഡ. ഓക്കെ, 2 ലാംഡ ബൈ 2 ലാംഡയാണ്. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2 ലാംഡ ബൈ 2 ലാംഡയാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അടുത്തത് പറഞ്ഞത്. ഒരു രണ്ടിൻ്റെയും സെപ്പറേഷൻ ഇത്രയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഒരു പി വെല്ലിൻ്റെ കേസിൽ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് മിനിമം എത്രയെങ്കിലും വേണം? ഒരു പി വെല്ലിൻ്റെ കേസിൽ മിനിമം 4 ലാംഡ വിഡ്ത്തെങ്കിലും വേണം നമ്മളുടെ പി വെല്ലിന്. അതല്ലാതെ ചുമ്മാ നമുക്ക് പി വെല്ലി കൂടുതൽ എത്ര വേണമെങ്കിലും വരയ്ക്കാം, പക്ഷെ മിനിമം എത്ര വേണം? 4 ലാംഡ വേണം. ഓക്കെ, ഒരു പി വെല്ലിൻ്റെ കേസിൽ ആ വെല്ലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ലാംഡ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്നത് 2 ലാംഡയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിന്നെ നമുക്ക് പറയാൻ പറ്റും, ഒരു തിൻ ഓക്സൈഡ് ലെയറുമായിട്ട് നമ്മളുടെ പി വെല്ലിനുള്ള സെപ്പറേഷൻ, നമ്മളുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് 5 ലാംഡ ആണ്. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു കോണ്ടാക്റ്റിൻ്റെ, അതായത് വി ഡി ഡിയും സപ്പോസ് ഒരു വി ഡി ഡിയും നമ്മളുടെ ട്രാൻസിസ്റ്ററും ആയിട്ടുള്ള സെപ്പറേഷൻ്റെ കേസാണ് 2 ലാംഡയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് പി പ്ലസ് മാസ്ക് എന്ന് പറയുന്നത്, പി പ്ലസ് മാസ്ക് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ അപ്പർ സൈഡിൽ, അതായത് പിമോസ് ട്രാൻസിസ്റ്ററിൻ്റെ കേസിലാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒന്നാമതായിട്ട് കാണിച്ചിരിക്കുന്നത് ഓവർലാപ്പ് ഓഫ് തിൻ ആക്സ്. അപ്പം ഈ പി പ്ലസ് മാസ്ക് പിന്നെ നമ്മളുടെ കോണ്ടാക്റ്റുമായിട്ട് ഓവർലാപ്പുമായിട്ട്, അതായത് നമ്മുടെ കോണ്ടാക്റ്റിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതുമായിട്ട് എത്ര വേണം? 2 ലാംഡ മിനിമം ഡിസ്റ്റൻസ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പി പ്ലസ് മാസ്ക് നിങ്ങൾക്കറിയാം, സെപ്പറേഷൻ ടു ചാനൽ സെക്കൻഡായിട്ട് കാണിക്കുന്നത്, ഒരു ചാനലും ആയിട്ട് സെപ്പറേഷൻ എന്ന് പറയുന്നത് മിനിമം പി പ്ലസ് മാസ്ക് എത്ര വേണം? 2 ലാംഡ. പിന്നെ പി പ്ലസ് ടു പി പ്ലസ് മാസ്ക്, അതായത് ഒരു പി പ്ലസ് മാസ്കും വേറൊരു പി പ്ലസ് മാസ്കുമായിട്ട്, അതായത് ലോവർ സൈഡിൽ വരുമ്പോഴും ഈ 2 ലാംഡയുടെ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്പേസിംഗ് ഫ്രം അൺറിലേറ്റഡ് തിൻ ഓക്സൈഡ്, ദാറ്റ് ഈസ് ഓൾസോ 2 ലാംഡ. ഇതിപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട, നിങ്ങൾ ഇത് നോക്കി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഓക്കെ, ഇതിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പി പ്ലസ് മാസ്കും ഒരു പി വെല്ലും തമ്മിലുള്ള സെപ്പറേഷൻ എത്ര വേണം? ഓക്കെ, അതുപോലെ തന്നെ ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് വേണം? 3 ലാംഡ. ഇതുമായിട്ട് 2 ലാംഡ. ഓക്കെ, കോണ്ടാക്റ്റ് ഇതും ഒരു പി വെല്ലും ഈ പി പ്ലസ് മാസ്കും തമ്മിലുള്ള എത്ര ഡിസ്റ്റൻസ് വേണം? ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു ലാംഡ ബേസ്ഡ് ഡിസൈൻ റൂൾസിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ലാംഡ എന്ന് പറയുന്ന പാരാമീറ്റർ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഈ ലാംഡ എന്ന് പറയുന്ന പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ലാംഡ എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. അപ്പം അതായത് നമ്മളുടെ ഫീച്ചർ സൈസിനെ ബേസ് ചെയ്തിട്ടാണ് ലാംഡ വരിക. അപ്പം ഒരു 0.6 മൈക്രോമീറ്റർ പ്രോസസ്സിൽ നിങ്ങളുടെ ലാംഡയുടെ വാല്യൂ എത്രയായിരിക്കും?
0.3 ആയിരിക്കും. ഒരു 0.4 മൈക്രോമീറ്റർ പ്രോസസ്സിൽ ലാംഡയുടെ വാല്യൂ എത്രയാണ്? 0.2 ആണ്. അതായത് ഏതാണോ നമ്മളുടെ ഫീച്ചർ സൈസ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലാംഡയുടെ വാല്യൂ ചൂസ് ചെയ്യുന്നത്. അപ്പം ലാംഡ ഈസ് എ പാരാമീറ്റർ ദാറ്റ് ഈസ് ആക്ച്വലി എന്താണ്? സ്കെയിലബിൾ. ഓക്കെ, സ്കെയിലബിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ലാംഡ ബേസ്ഡ് ഡിസൈൻ റൂൾസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങളോട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ ഉള്ള ചാൻസ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ നമ്മൾ മൈക്രോൺ ഡിസൈൻ റൂൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് അടുത്ത ഒരു ഡിസൈൻ റൂൾസ് ആണ് മൈക്രോൺ ഡിസൈൻ റൂൾസ്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്. ഒരു മൈക്രോൺ ഡിസൈൻ റൂൾസ് എന്ന് പറയുമ്പോൾ റൂൾസ് നമ്മൾ ആബ്സലൂട്ട് ഡിസൈൻ റൂൾസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് വാല്യൂ ആയിരിക്കും നമുക്ക് അതിനുണ്ടാവുക മൈക്രോൺ ഡിസൈൻ റൂൾസ്. അപ്പം നമുക്ക് in order to accommodate the additional features present in the technology, it is necessary to extend the range of colors and monochrome encoding previously used in double metal PVL CMOS. അതായത് കളർ അസൈൻമെൻറ്റ് ദ ഫോളോയിങ് നമ്മൾ ഇതിൻ്റെ കേസിൽ ഒരു വെല്ലിൻ്റെ കേസിൽ നമുക്ക് ഒരു അഡീഷൻസ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻസ് നമ്മൾ മേഡ് ചെയ്യാറുണ്ട്. പോളിസിലിക്കൺ 1ന് അതായത് മോർ പോളിസിലിക്കൺസ് ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ലെയേഴ്സിന്, അതായത് നമ്മളിപ്പോൾ ഒരു പോളിസിലിക്കൻ്റെ കേസിൽ ഒറ്റൊരു കളറാണ് നമ്മളിപ്പം പറഞ്ഞത് എങ്കിൽ നമുക്ക് ചില എക്സ്റ്റൻഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. നമുക്ക് ഡബിൾ മെറ്റൽ PVL പ്രോസസ്സിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ എന്തുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്? നമുക്ക് ഈ കളർ റെപ്രസെൻറ്റേഷൻ നമ്മൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഒന്ന് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ വെല്ലിന് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്തത് ബ്രൗൺ ആണ്, അത് PVL നമ്മൾ ബ്രൗൺ കളർ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ പോളിസിലിക്കൺ എന്ന് പറയുന്നതിന് ഒരു കളർ മാത്രമാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, റെഡ് കളർ. പക്ഷേ അതിനെ നമുക്ക് എന്തും കൂടെ യൂസ് ചെയ്യാം. നമുക്കതിനെ വേറൊരു പോളിസിലിക്കൺ, രണ്ടാമതൊരു പോളിസിലിക്കൺ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓറഞ്ച് കളർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഡിഫ്യൂഷൻ്റെ കേസിൽ നമ്മൾ ഗ്രീൻ കളർ തന്നെയാണ്, ഡിഫ്യൂഷൻ നമ്മൾ യെല്ലോ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഈ എക്സ്റ്റൻഷൻസ് നമ്മൾ നോർമലായിട്ട് ഈ നമ്മളുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ മൈക്രോൺ ഡിസൈൻ റൂൾസ് എന്ന് പറയുന്നത് ഇവിടെ ആബ്സല്യൂട്ട് വാല്യൂ ആണ് നമ്മൾ എടുക്കുക. അതായത് നമ്മൾക്ക് ഒരു 2 മൈക്രോമീറ്റർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോൺ ഡിസൈൻ റൂൾസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 മൈക്രോമീറ്റർ പ്രോസസ്സിൻ്റെ കേസിൽ നമുക്ക് എത്രയാണോ ആ മൈക്രോമീറ്റർ വാല്യൂസ്, ഓക്കെ, ദാറ്റ് ഈസ് clearly specified. Okay, that is not depends on feature size. Okay, it is actually depends on what the absolute value. Okay, absolute value നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ലാംഡ എന്ന് പറയുന്നത് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ, ഇതിനകത്ത് ലാംഡ അല്ല, ഇതിനകത്ത് മൈക്രോൺ വാല്യൂസ് ആണ്. അതൊരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് അങ്ങനെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല മൈക്രോൺ ഡിസൈൻ റൂൾസ്. അപ്പം നിങ്ങൾ എന്താണ് മൈക്രോൺ ഡിസൈൻ റൂൾസ് എന്ന് മാത്രം അറിയുക. പിന്നെ നിങ്ങൾ ഇതിൻ്റെ സെപ്പറേഷൻ ഒരു വെല്ലിൻ്റെയും നിങ്ങൾ ഡിഫ്യൂഷനും ആയിട്ടുള്ള സെപ്പറേഷൻ നിങ്ങൾ കാണിച്ചിരിക്കുന്ന നോക്കുക. VDD 6.5 മൈക്രോമീറ്റർ ആണ് മിനിമം. ഓക്കെ, 6.5 മൈക്രോമീറ്റർ. അതുപോലെ തന്നെ ഒരു വെല്ലും നമ്മളുടെ കോണ്ടാക്റ്റും തമ്മിൽ ഉള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി 4 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞ സ്പെസിഫിക് വാല്യൂ ആണ്, സ്പെസിഫിക് വാല്യൂ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ മെറ്റലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് എത്രയാണ്? 4 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, കാണാൻ നിങ്ങൾക്ക് ഇത് മെറ്റലാണ്. ഈ മെറ്റലിൻ്റെ വിഡ്ത്ത് കാണിച്ചിരിക്കുന്നത് 4 മൈക്രോമീറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ കോണ്ടാക്റ്റിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത ആ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 5 മൈക്രോമീറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു കോണ്ടാക്റ്റും നമ്മളുടെ VDDയും തമ്മിൽ ഉള്ള സെപ്പറേഷൻ എന്ന് പറയുന്നതും എത്രയാണ്? 2.5 മൈക്രോമീറ്റർ ആണ്. ഇത് ഒരു VDD VSS ആണ്. ഇത് VDD ടോപ്പിലാണ്, ഇത് VSS ആണ്. അപ്പോൾ VSSൻ്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റും ഒരു VSS കോണ്ടാക്റ്റും നമ്മളുടെ നോർമൽ കോണ്ടാക്റ്റും തമ്മിലുള്ള സെപ്പറേഷൻ 2.5 ആണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഡിഫ്യൂഷൻ വിച്ച് കോണ്ടാക്ട് വിത്ത് ബ്ലൂ കളർ നമ്മളുടെ മെറ്റലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, എക്സ്റ്റെൻഡ് ചെയ്ത വിഡ്ത്ത് എന്ന് പറയുന്നത് 5 മൈക്രോമീറ്റർ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ വെല്ല് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് എപ്പോഴും മിനിമം എത്ര വേണം? 3 മൈക്രോമീറ്റർ വെല്ലിന് വിഡ്ത്ത് വേണം. അതുപോലെ തന്നെ വെല്ലും വേറൊരു വെല്ലും തമ്മിൽ ഉള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 8.5 മൈക്രോമീറ്റർ വേണം.
അതുപോലെ തന്നെ എൻ വെല്ലും ഡിഫ്യൂഷനും തമ്മിൽ ഉള്ള സെപ്പറേഷൻ 6.5 മൈക്രോമീറ്റർ. അതുപോലെ തന്നെ നമ്മളുടെ കോണ്ടാക്റ്റുമായിട്ട് എൻ വെല്ലും നമ്മളുടെ വി എസ് എസുമായിട്ടുള്ള സെപ്പറേഷൻ 4.5 മൈക്രോമീറ്റർ. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ നമ്മൾ പഠിക്കാൻ പോയാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ഇത് 2.5 മൈക്രോമീറ്റർ എൻ വെല്ലും നമ്മളുടെ ഡിഫ്യൂഷനും പി ഡിഫ്യൂഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എൻ വെൽ ആകുമ്പോൾ ആക്ച്വലി എന്താണ്, എൻ വെൽ എന്ന് പറയുന്നത് പിമോസ് ആയിരിക്കും. അതായത് ഇത് പിമോസ് ട്രാൻസിസ്റ്റർ ആണ്, പി ഡിഫ്യൂഷൻ ആണ്. ഓക്കെ, പി ഡിഫ്യൂഷൻ വിച്ച് ക്രോസസ് പോളിസിലിക്കൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ പി ഡിഫ്യൂഷൻ്റെ കേസിൽ ഇത് ആക്ച്വലി വി എസ് എസ് ആണ്, ഇത് വി ഡി ഡി ആണ്. ടോപ്പിലെ വി ഡി ഡി ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ വിഡ്ത്ത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. എൻ ഡിഫ്യൂഷൻ്റെ വിഡ്ത്ത് 3 മൈക്രോമീറ്റർ, സെപ്പറേഷൻ 1 മൈക്രോ. ഒരു രണ്ട് നമ്മളുടെ എൻ ഡിഫ്യൂഷൻ തമ്മിൽ ഉള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് എൻ ഡിഫ്യൂഷൻ ആൻഡ് പി ഡിഫ്യൂഷൻ കനോട്ട് ക്രോസ് ഓർ ജോയിൻ. ഇതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമല്ല. ഒരു എൻ ഡിഫ്യൂഷനും നമ്മളുടെ പോളിസിലിക്കണും തമ്മിൽ ഉള്ള സെപ്പറേഷൻ എത്രയായിരിക്കണം? 1 മൈക്രോമീറ്റർ. ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. നമ്മൾ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കേണ്ട കാര്യമില്ല. അത് പഠിച്ചാലും നിങ്ങൾക്ക് ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ഡിസൈൻ റൂൾസ്, ലാംഡ ബേസ്ഡ് ഡിസൈൻ റൂൾസ് എന്താണ്, ആക്ച്വലി എന്താണ് മൈക്രോൺ ഡിസൈൻ റൂൾസ്, അബ്സല്യൂട്ട് ഡിസൈൻ റൂൾസ് എന്ന് മാത്രം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിനകത്ത് കൂടുതൽ ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക 2.2 ആണ്, 2/3 ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 2 മൈക്രോമീറ്റർ വിഡ്ത്ത് ഫോർ പോളിസിലിക്കൺ ആൻഡ് 3 മൈക്രോമീറ്റർ വിഡ്ത്ത് ഫോർ ഡിഫ്യൂഷൻ എന്ന രീതിയിലാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ അത് എൻഹാൻസ്മെൻ്റ് ആണെങ്കിൽ എൻ ടൈപ്പ് എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമുക്കും ഇവിടെയും ട്രാൻസിസ്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ഒരു ട്രാൻസിസ്റ്ററും വേറൊരു ട്രാൻസിസ്റ്ററും തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ് എന്ന് നോക്കുക. അപ്പോൾ 2 ട്രാൻസിസ്റ്റേഴ്സ് തമ്മിൽ ഉള്ള സെപ്പറേഷൻ അതും ഏകദേശം 2 മൈക്രോമീറ്റർ ആണ്.